അളിയ ഇവരെന്നെ കാണിക്കുന്നു. ഇങ്ങോട്ട് കയറുവാടാ, ഇങ്ങോട്ട് കയറുവാടാ, ഇങ്ങോട്ട് കയറുവാ. തിരുമേ ഇവരെന്നെ ഈ കാണിക്കുന്നേ. ഇടാ ഇങ്ങോട്ട് കയറുവാടാ. ഹലോ ക്രിസ്റ്റി അല്ലേ? ഞാൻ തോമസ് കുട്ടിയാടാ. ഇത് പുതിയ നമ്പറാടാ. ഞാൻ ഇന്നലെ വൈകിട്ട് വന്നടാ. നെടുമ്പാശ്ശേരി നെടുമ്പാശ്ശേരി. എടാ നിങ്ങൾക്ക് പരിപാടികളും ഉണ്ടോടാ? നമുക്ക് ഉറം വരെ പോവാം. ഞാൻ എന്നാൽ ഉച്ചയാകുമ്പോൾ എത്തിക്കാം. നീ റെഡി ആയിട്ട് നിൽക്കുക. ഓക്കേടാ ശരി എന്നാൽ. സാറേ ഞാൻ ക്രിസ്റ്റി ആയിരുന്നേ. സാറേ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഞാൻ അത്യാവശ്യമായിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുമായിരുന്നേ. സാറേ നമ്മുടെ ഓഫീസിൻ്റെ കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്യാനൊന്ന് പറയണേ. ഓക്കെ സാറേ, ഞാൻ വന്നിട്ട് വിളിക്കാം, വൈകിട്ട് വിളിക്കാം. ഓക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ചായ ബിസ്ക്കറ്റും കഴിക്കാൻ പോകണം. അതൊക്കെ നിർത്തികളയാ. നീ ഓരോ സെറ്റപ്പ് ആക്കാം. നമുക്ക് ഡിമാൻഡ്സൊന്നുമില്ല. അതങ്ങനെ ഓർമ്മ ശരിയായി വരുമ്പോൾ ഏതെങ്കിലും അലവലാദികൾ വന്നു കുളവാക്കും. പെമ്മക്കളെ കെട്ടിച്ചയക്കുമ്പോഴേ അവരുടെ കാരണവന്മാർ നാട്ടിൽ വന്ന് തിരക്കും. നിനക്കാണെങ്കിൽ നാട്ടിൽ നല്ല പേരാണല്ലോ. ഒക്കെ നിർത്തണമെന്നുണ്ടാ, പക്ഷെ പറ്റുന്നില്ല. ആട്ടെ, ഇപ്പം നമ്മളെങ്ങോട്ടാ? നിന്നോടൊന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രകാശനെ കുറിച്ച്? ഏത്? നിങ്ങൾ ആ സാമ്പത്തിക സഹായം ചെയ്തോ? അതെ 20 വർഷം മുമ്പുള്ള ബന്ധമാണ്. 10ാം ക്ലാസ് വരെ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പോയി. 3 വർഷം മുമ്പ് ഗൾഫിലുള്ള സുഹൃത്ത് എല്ലാവരുടെയും നമ്പറൊക്കെ തപ്പിയെടുത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ അവൻ്റെ കാര്യം ഭയങ്കര രസമാണ് കേട്ടോ. 2 അടിച്ചു കഴിഞ്ഞാൽ ആളെ ഞാൻ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ല പാട്ടാണ്. 2 അടിച്ചാലേ ആളിനി മൂടൊക്കെ ഉള്ളൂ. 2 ചെറുത് മേടിക്കാനുള്ള കാശൊക്കെ ഞങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കും. ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണല്ലോ. പക്ഷെ 1 മാസമായിട്ട് അവൻ്റെ ഒരു വിവരമില്ല. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്. അവനെ കാണാൻ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം. പണ്ടവൻ കുട്ടനാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ചെറുകടയിലോട്ട് മാറി. ചേട്ടാ ചെറുകടവിന് പോകുന്ന വഴി ഏതാ? അവിടെ ഒരു മിനിറ്റ്. അങ്ങളെ ഞാൻ തോമസ് കുട്ടിയാ, കരിങ്ങണ പറമ്പിലെ. മോൻ പുറത്തെവിടെയല്ലായിരുന്നു? ഞാൻ മസ്കറ്റിലായിരുന്നു. ഇതാരാ മോനെ? ഇതെന്റെ കൂട്ടുകാരൻ അങ്ങളെ. അവനെന്താ അങ്ങളെ? 1 മാസമായിട്ട് അവൻ്റെ ഒരു വിവരമില്ലല്ലോ. ഫോൺ വിളിച്ചിട്ടാണ് കിട്ടുന്നില്ല. അവനകത്തുണ്ട്, വിളിക്കാം. 1 മാസമായിട്ട് അവൻ്റെ ഫോൺ എന്താ കംപ്ലൈൻറ്റാ? ഞാൻ വിളിക്കട്ടെ? വേണ്ട ഞാൻ വിളിച്ചോളാം.
ആദ്യം ചെറു ചുമയായിരുന്നു. അത് കഴിഞ്ഞ് ശ്വാസം മുട്ടലായി. ഒരു ദിവസം വഴിയെ തല ഇറങ്ങി വീണു. അത് കഴിഞ്ഞ് ആശുപത്രി കൊണ്ടുവന്നു. അന്നേരത്തേക്ക് സമയം ഒരുപാട് കഴിഞ്ഞു പോയി. അവിടുത്തെ പരിശോധനയാണ് മനസ്സിലായത് ക്യാൻസർ. അളിയ അളിയ, നമ്മൾ ചെറുപ്പത്തിൽ ഒരു തമാശക്ക് തുടങ്ങിയതാ ഈ പുകവലിയും ഈ കള്ളുകൂടിയൊക്കെ. ഇതിപ്പോൾ കൂടിക്കൂടി വന്ന് നിർത്താൻ പറ്റാതായി. അളിയ, നിനക്കൊരു ജീവിതം ബാക്കിയുണ്ട്, നമുക്കിത് വേണ്ടടാ. എൻ്റെ ജീവിതം തീർന്നടാ, നിനക്ക് നല്ലൊരു ജീവിതം ബാക്കിയുണ്ട്, നമുക്കിത് വേണ്ടടാ, നമുക്കിത് വേണ്ട, നമുക്കിത് വേണ്ടടാ. അങ്കിളെ, ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും? പ്രയോജനമൊന്നുമില്ല മോനെ. കീമോ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് താങ്ങാനുള്ള ശേഷിയൊന്നും അവൻ്റെ ശരീരത്തിനില്ല. കുടിയായിരുന്നു മോനെ എന്നും. ജോലിക്കൊന്നും പോകത്തില്ല, പക്ഷേ പോക്കറ്റിൽ എപ്പോഴും കാശ. അവൻ്റെ ഈ കുടി കാരണം അവൻ്റെ ഭാര്യ മോളെയും കൊണ്ട് അവളുടെ വീട്ടിൽ പോയി. സന്ധ്യ ആകുമ്പോൾ കുടിച്ചിട്ട് വരും. മൊബൈലെടുത്ത് മുറിക്കകത്ത് കയറുന്ന പാട്ടാ. പിന്നെ ആര് പറഞ്ഞാലും ഇവൻ കേൾക്കുകയില്ല. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ? കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ. അല്ലേ വേണ്ട അളിയ, ഐശ്വര്യമായിട്ട് ഇവനെ കുടിപ്പിക്കുക. അളി അടിച്ചു. നീ അങ്ങ് കുടിപ്പിക്കുക.
സ്മരിച്ചിരിക്കുകയാണ്. ഉടൽ നഷ്ടപ്പെട്ട് ഭാവിയിൽ തോറ്റവരുടെ കാലിടറി വീണവരുടെ ശൃംഖലയിലെ കണ്ണിയായി അവരറിയാൻ ജീവിച്ചിരിക്കുകയായിരുന്നു.